ചാരിറ്റി വീഡിയോയിൽ വീണ്ടും QR കോഡ് തട്ടിപ്പ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോട്ടയത്തെ കുഞ്ഞിനെ സഹായിക്കാനുള്ള വീഡിയോയിലാണ് വ്യാജ അക്കൗണ്ടും QR കോഡും ചേർത്ത തട്ടിപ്പ്. ചാരിറ്റി പ്രവർത്തകൻ അമർ ഷാൻ പോലീസിൽ പരാതി നൽകി. ഇതിൻ്റെ മ്യൂൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഹൈദരാബാദിലുള്ള ഗൂഗിൾ ഓഫീസിൻ്റെ അണ്ടറിലാണ് ഇത് കണ്ടപ്പോൾ അവിടെ വരെ പോയി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ഒരു ഹൈക്കോർട്ട് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് പുള്ളി പോലും ഞെട്ടിപ്പോയി. കോടികളാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 7 മാസം മാത്രം പ്രായമുള്ള മോന് വേണ്ടിയിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റിന് വളരെ എമർജൻസി ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് ആ ഫണ്ട് നമ്മൾ 3 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് ആ സമയത്താണ് ആ മോൻ്റെ മുഖം പോലും വെച്ചിട്ട് ഇവർ വളരെ വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പ് ആ ഒരു വ്യാജ വീഡിയോ ഈ ഒരു സഹായം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടാണ് റീച്ച് ഉണ്ടാക്കിയിട്ട് ആളുകളിലേക്ക് എത്തിച്ച് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിനെ, ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഒരു ധനസഹായത്തിൽ പോലും ഇങ്ങനെ നടത്തുന്ന തട്ടിപ്പ്, അത് വലിയൊരു മാഫിയ പോലെ ഒരു സംഘമായിരിക്കാമല്ലോ അതിന്റെ പിന്നിൽ. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം? ക്രിസ്റ്റീന, ഈ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള വാർത്ത 24 ഇതിനു മുൻപ് തന്നെ ഒന്നിലേറെ തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രതികളെ കണ്ടെത്താനോ അതിലേക്ക് എത്താനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം. ഇപ്പോഴിതാ വീണ്ടും ആ തട്ടിപ്പ് ഒരു റിപ്പോർട്ടായിട്ട് വരികയാണ്. അത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് വിഹാൻ എന്നുള്ള ഒരു ചെറിയ കുഞ്ഞിൻ്റെ സഹായത്തിന് വേണ്ടി അമർഷാൻ എന്നുള്ളൊരു ചാരിറ്റി പ്രവർത്തകൻ വീഡിയോ ചെയ്യുന്നു, അതിന് പണം ലഭിക്കുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. പക്ഷേ ആ വീഡിയോ എടുത്ത് അതിലെ QR കോഡും അതിലെ അക്കൗണ്ടും മാറ്റി കൃത്യമായി തന്നെ വീണ്ടും അത് പോസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ഇത് ഒരു പാരലായി ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്നു. ആ രീതിക്ക് പണം ഇവർ അടിച്ചു മാറ്റുകയുമാണ്. ഇങ്ങനെ കോടികളാണ് പല വീഡിയോകളും, അത് ഒരു ദിവസം തന്നെ പല വീഡിയോകളും പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കണ്ണി അന്വേഷിക്കുമ്പോൾ അത് ഉത്തരേന്ത്യയിലൊക്കെയാണ് ചെന്ന് നിൽക്കുന്നത്. അതായത് ഗുജറാത്തും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാവുന്നു. പക്ഷേ അവിടെ പോയി അന്വേഷിക്കുന്ന ഈ ചാരിറ്റി പ്രവർത്തകരൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ അത് ഒരു ഇപ്പോൾ ഈ ജിമെയിലൊക്കെ പണം കൊടുത്തു വാങ്ങുന്ന ഒരു തട്ടിപ്പ് കൂടിയുണ്ട്. അത്തരത്തിലുള്ള ചില അക്കൗണ്ടുകളാണെന്നാണ് മനസ്സിലാകുന്നത്. ബാങ്കുകളിൽ അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല. നമ്മുടെ പോലീസിനും അതിൽ ഇപ്പോൾ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇത്തരത്തിലൊരു തട്ടിപ്പിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വെച്ച് ഒരു അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ മുഴുവനായും തന്നെ ഹാക്ക് ചെയ്യുകയും അതിൻ്റെ QR കോഡ് മാറ്റുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇതിപ്പോൾ പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പരാതികൾ പോലീസിൻ്റെ മുൻപിലുണ്ടാകും. പക്ഷേ അതിൽ ഒരു നടപടി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോട് കൂടി ആളുകൾ ഈ ചാറ്റിയിൽ സഹായിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ഇവർ തന്നെ അല്ലേ എന്ന് ഉറപ്പിക്കേണ്ട അത്രയും ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഗൂഗിളിന് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ഇവർ ഉൾപ്പെടെയുള്ള ഈ ചാരിറ്റി പ്രവർത്തകരും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.